ബജറ്റ് സാരി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് പോലെ തന്നെ ചർച്ചയാകുന്ന മറ്റൊന്നുണ്ട്. അതാണ് ബജറ്റ് സാരി. ബജറ്റ് സാരി എന്ന് പറയുമ്പോൾ വില കുറഞ്ഞ സാരി എന്ന് വിചാരിക്കരുത്. അതെ, നിർമ്മല സീതാരാമൻ ഇന്നലെ ഇടക്കാല കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധരിച്ചിരുന്ന നീലയും ക്രീമും ചേർന്ന സാരിയാണ് ചർച്ചാ വിഷയം. ഇന്നലെ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ നിർമ്മല സീതാരാമൻ ധരിച്ചത് നീല നിറത്തിൽ ചിത്ര തുന്നലുകളോടുകൂടിയ സാരിയാണ്. ഇതാണ് ടെസർ സിൽക്ക് സാരി. ഈ സാരിക്ക് പിന്നിലും ഇതേ ചിത്ര തുന്നലുകൾക്ക് പിന്നിലും ഒരു കഥയുണ്ട്. സാരിയിലെ ചിത്ര തുന്നൽ ബംഗാളിലെ കുടിൽ വ്യവസായം എന്ന നിലയിൽ പേരുകേട്ട കാന്ത വർക്കാണ്. ബംഗാളിലെ ഗ്രാമീണ വനിതകളുടെ പാരമ്പര്യവും ഉപജീവനവുമായ കാന്ത വർക്ക് റണ്ണിംഗ് സ്റ്റിച്ചിങ് എന്ന ലളിതമായ തുന്നൽ ചേരുന്നതാണ്. ഇടക്കാലത്ത് അന്യം നിന്നുപോയ ഈ കൈത്തറി 1940-ലാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അതിനു കാരണമായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുടുംബം നടത്തിയ ഇടപെടലാണ്. കഴിഞ്ഞ വർഷം പരമ്പരാഗത ടെമ്പിൾ ബോർഡറുള്ള ചുവപ്പ് നിറത്തിലുള്ള സാരിയിലാണ് നിർമ്മല ബജറ്റ് അവതരണത്തിനെത്തിയത്. നവലഗുണ്ട എംബ്രോയിഡറി നിറഞ്ഞ സാരി കർണാടകയിൽ നിന്നുള്ള മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സമ്മാനമായിരുന്നു. 2022 ഒഡീഷയിൽ നിന്നുള്ള ബോങ്കായ് സാരി ധരിച്ചാണ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. തവിട്ട് ചുവപ്പ് നിറങ്ങൾ ചേർന്നതായിരുന്നു ഈ സാരി. 2021 ബജറ്റ് അവതരണത്തിന് നിർമ്മല സീതാരാമൻ എത്തിയത് ഓഫ് വൈറ്റ് സിൽക്ക് പോച്ചമ്പള്ളി സാരി ധരിച്ചാണ്. തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിലാണ് പരമ്പരാഗതമായ ഈ സാരി നിർമ്മിക്കുന്നത്. 2020 നീല ബോർഡറുള്ള മഞ്ഞ സ്വർണ്ണ സിൽക്ക് സാരിയായിരുന്നു ധനമന്ത്രിയുടെ വേഷം. 2019 നിർമ്മല സീതാരാമൻ തന്റെ ആദ്യ ബജറ്റ് അവതരണത്തിനെത്തിയത് തിളക്കമുള്ള പിങ്ക് നിറത്തിലുള്ള മംഗൾഗിരി സാരി ധരിച്ചായിരുന്നു. ഈ സാരിയിൽ സ്വർണ്ണ ബോർഡറുകൾ ഉണ്ടായിരുന്നതും ഒരു പ്രത്യേകതയാണ്. ഒപ്പം ലെതർ ബ്രീഫ് കേസിന് പകരം അന്ന് ചുവപ്പ് നിറത്തിലുള്ള തുണിസഞ്ചിയിലാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് രേഖകൾ കൊണ്ടുവന്നിരുന്നത്.